പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. അതുപോലെ തന്നെ കുടുംബത്തോട് വളരെയധികം സ്നേഹവും കൂറും പ്രകടിപ്പിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള താല്പര്യവും ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ജീവിതത്തിൽ പലവിധ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണുവാനും സാധിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. പല വിധത്തിലുള്ള വിഷമാനുഭവങ്ങൾക്ക് ഒരു ശമനം വന്നു ചേരുന്നതായിരിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വിജയകരമായ ഒരു ദിവസം തന്നെയായിരിക്കും. അടുത്ത രോഹിണി നക്ഷത്രമാണ്. ശാരീരികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കുവാനോ പുതുക്കിപ്പണിയുവാനോ ഉള്ള തീരുമാനം എടുക്കും. അനുകൂലമായ സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സുഖവും സമാധാനവും മറ്റും അനുഭവത്തിൽ വരുന്നതായിരിക്കും. അന്യർക്ക് വേണ്ടി പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾ പുതിയ തീരുമാനങ്ങൾ പഠനകാര്യങ്ങളിൽ എടുക്കുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അമിതമായ ആത്മവിശ്വാസം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ദേഷ്യം നിയന്ത്രിക്കണം. യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാവുകയില്ല. അശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. അടുത്തത് പുണർന്നം നക്ഷത്രമാണ്. അപവാദങ്ങളിൽ ചെന്നപ്പെടാതെ സൂക്ഷിക്കുക. പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ വന്നു ചേരാം. ഉല്ലാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എന്നാലും കള്ളന്മാരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. സൽകീർത്തിക്ക് കോട്ടം വരുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവത്തിൽ വരും. സാമ്പത്തിക നേട്ടത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പരാജയഭീതി, അപായഭീതി, ധനനഷ്ടം, പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരിക, ബന്ധുക്കളുമായി കലഹം, രഹസ്യജീവിതം പിടിക്കപ്പെടുക എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവത്തിൽ വരാം. അടുത്തത് മകം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായി ചിന്തിച്ച് മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പരിശ്രമം ഗുണം ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യത്തിനും മടി വിചാരിക്കരുത്. പൊതുവെ ഗുണം വൈകുന്നേരത്തോടെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. മറ്റുള്ളവരെ വശ്യമായി സംസാരിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മുതിർന്നവരെ കൊണ്ട് സഹായവും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. അടുത്ത ഉത്തരം നക്ഷത്രമാണ്. ആരോഗ്യം സംരക്ഷിക്കും. കുടുംബ ഓഹരി വെക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. ആവേശപൂർവ്വം ജോലികൾ ചെയ്തു തീർക്കും. ജീവിതം സുഖകരമായിരിക്കും. എതിർപ്പുകളെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും. അടുത്ത അത്തം നക്ഷത്രമാണ്. പരസഹായത്താൽ സുഖാനുഭവങ്ങൾ വന്നു ചേരും. ഗുരുഭക്തി, വിവാഹത്തിൽ നിന്നും ഉയർച്ച, നയപരമായ പെരുമാറ്റം, സാമൂഹിക സേവനം, മത്സര വിജയം, അധികാരപ്രയോഗം എന്നിവ ഇന്ന് പ്രകടമാക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കർമ്മമേഖലയിൽ അനിശ്ചിതത്വം നേരിടാം. യാത്ര മുഖാന്തരം ക്ലേശം അനുഭവത്തിൽ വരാം. വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നു ചേരാം. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ശിക്ഷണ നടപടികൾക്ക് വിധേയനാകുന്നതായിരിക്കും. അശുഭകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. യാത്രകളിൽ അപകട സാധ്യത. അടുത്ത വിശാഖം നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും പല എതിർപ്പുകളും ഉണ്ടാകും. ആരോഗ്യപരമായ കരുതൽ വേണം. പല നിമിഷങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്രത അപവാദങ്ങൾ കേൾക്കുവാൻ ഇടവരുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സഹോദരസ്ഥാനീയരുമായി കലഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീ വിഷയങ്ങളിൽ കലഹത്തിന് സാധ്യത. പലവിധ കുഴപ്പങ്ങളിൽ ഇന്നത്തെ ദിവസം ചെന്ന് ചാടുവാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. അമിത ദേഷ്യം ഒഴിവാക്കുക.
തൊഴിൽ നഷ്ടം അനുഭവത്തിൽ വരാം. സുഹൃത്തുക്കൾ സഹായികളാകുന്ന അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. സുഖത്തിനു വേണ്ടി ധാരാളം ധനവും സമയവും ചിലവഴിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. അനിയന്ത്രിതമായ ചിലവുകൾ വന്നു ചേരാം. പരാശ്രയശീലം ഉണ്ടാകും. വിഷയാസക്തി, അതുപോലെ തന്നെ ഈശ്വരാധീനം കുറയുന്നതായിരിക്കും. ശത്രുവർദ്ധനവ് ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യപരമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടം. സുഹൃത്ത് സമാഗമം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നു ചേരുന്നതായിരിക്കും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന സന്തോഷം ലഭിക്കും. തൊഴിൽപരമായ ഉയർച്ച അനുഭവത്തിൽ വരും. അനുകൂലമായ വിവാഹബന്ധം അഥവാ ആലോചന വന്നു ചേരും. എല്ലാവർക്കും പ്രീതി വരുന്ന രീതിയിൽ പെരുമാറുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കൃത്യമായ ആഹാരം കൃത്യസമയത്ത് കഴിക്കാത്തത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കുടുംബത്തിൽ കലഹത്തിന് സാധ്യത. തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാം. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കുകയില്ല. അടുത്ത അവിട്ട നക്ഷത്രമാണ്. ക്ഷമയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുക. മണ്ടത്തരങ്ങൾ കാണിക്കുക, അബദ്ധത്തിൽ ചെന്ന് ചാടുക എന്നിവ സംഭവിക്കാം. ശ്രദ്ധാപൂർവം ജോലി നിർവഹിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്ത ചതയ നക്ഷത്രമാണ്. വിദേശത്തുള്ളവർക്ക് ഗുണകരമായ ദിവസമായിരിക്കും. പ്രണയകാര്യങ്ങളിൽ ദുഃഖം അനുഭവത്തിൽ വരും. കാര്യങ്ങൾ അനുകൂലമായി നടക്കാത്തതിനാൽ ചിലപ്പോൾ നിരാശാബോധം വന്നു ചേർന്നേക്കാം. എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും. എല്ലാ രംഗത്തു നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സുഖകരമായ അനുഭവങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിലിലും കലാരംഗത്തും വിജയവും അംഗീകാരവും ലഭിക്കും. യാത്രകൾ മുഖാന്തരം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. മാതാവിന് രോഗശാന്തി ഉണ്ടാകും. ബാധ്യതകൾ തീർക്കുവാനാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ശത്രുക്കളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഉന്നതരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ഉദ്ദേശ സാഫല്യം ലഭ്യമാകും. അവസാനമായി രേവതി നക്ഷത്രമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഉന്നതരിൽ നിന്നും വിഷമകരമായ സംസാരങ്ങളും പ്രവർത്തികളും നേരിടേണ്ടി വരും. വ്യക്തിജീവിതത്തിൽ സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും വന്നുചേരും. ദൈവികമായ ചിന്ത ഉടലെടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.